ഹലോ ക്യൂട്ടീസ്. അപ്പം എല്ലാവരും ഇങ്ങനെ കവായ് സ്റ്റിക്കർ ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിന്ന് കവായ് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കവായ് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, പിൻട്രസ്റ്റിനകത്ത് ഇഷ്ടംപോലെ കവായ് സ്റ്റിക്കേഴ്സ് കാണും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് കംഫർട്ടുള്ളത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഞങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഗേളിൻ്റെ സ്റ്റിക്കേഴ്സ് കാണും, അല്ല ആനിം ടൈപ്പ് സ്റ്റിക്കേഴ്സ് കാണും, അല്ലെങ്കിൽ സാൻഡ്രിയോ ഇഷ്ടംപോലെ ടൈപ്പിലുണ്ട്. അപ്പം നമ്മൾ കുറച്ചെണ്ണം ഇങ്ങനെ വരച്ചെടുത്ത് കാണിക്കുവാണ്. അപ്പം കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരിയിൽ വരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം ജസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ച ശേഷം അതിന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരുമാതിരി ഇച്ചിരി കട്ടിയുള്ള പേപ്പറിനകത്ത് വരയ്ക്കണം. സാധാരണ A4 സൈസ് ഷീറ്റിൽ വരയ്ക്കല്ലോ, ഒരു ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിനകത്തോ വരച്ച ശേഷം വേണം ചെയ്യാൻ. അല്ലെങ്കിൽ കട്ടിയില്ലെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റിക്കർ കീറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കളറൊക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ ഞാൻ ഒരുമാതിരിയൊക്കെ വരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രേസ് ചെയ്തെടുക്കാം. ഞാൻ ട്രേസ് അല്ല, നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വരച്ചെടുക്കാം ചെറിയ ചെറിയ പിക്ചേഴ്സിൽ. ഇനി നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗൺ വെച്ച് ഔട്ട്ലൈൻ ചെയ്യാം. അപ്പോൾ രണ്ട് വെച്ച് ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് കാണിക്കാം. ഞാൻ സാധാരണ ഒരു പെന്ന് മാത്രമേ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ പെന്നോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇച്ചിരി പോയിൻറ്റഡായ പെന്ന് വേണമെന്നേ ഉള്ളൂ, കാരണം ഇച്ചിരി നമ്മുടെ മൈന്യൂട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ തെറ്റായിരിക്കാം. ഇത് ഞാൻ കുഞ്ഞായിട്ട് വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ഇഷ്ടമുള്ള വലുപ്പത്തിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചെറുപ്പത്തിലോ ചെറുതായിട്ടോ വലുതായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഔട്ട്ലൈനൊക്കെ ചെയ്തെടുക്കുകയാണ്. ഞാൻ ബ്ലാക്ക് വെച്ചും ഔട്ട്ലൈൻ ചെയ്യാറുണ്ട്, ബ്രൗൺ വെച്ചും ഔട്ട്ലൈൻ ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ് രസം. ഔട്ട്ലൈൻ ചെയ്യാതെ വേണമെങ്കിൽ വരയ്ക്കാം, പക്ഷേ എനിക്ക് ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ് ഇച്ചിരി ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ലൈൻ ആദ്യമേ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ കളർ അടിക്കുമ്പോഴും പെൻസിൽ കളർ കൊണ്ട് അടിക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് പെൻ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ പെൻസിൽ കളർ കൊണ്ട് യൂസ് ചെയ്യുമ്പം ഇച്ചിരി കൂടെ ഒരു നമ്മുടെ ഒരു കവായ് ടൈപ്പ് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബ്രഷ് പെന്ന് ആണെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ബ്രൗൺ വെച്ച് നിങ്ങൾ വരച്ച് കാണിക്കണം. ബ്രൗൺ വെച്ചാകുമ്പോൾ വേറൊരു ടൈപ്പ് ഒരു ഫീലിങ്, ബ്ലാക്ക് വെച്ചപ്പോൾ വേറൊരു ടൈപ്പ്. അപ്പോൾ രണ്ടും വരച്ച് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഏകദേശം ഔട്ട്ലൈൻ ചെയ്ത് വരച്ച ശേഷം മാത്രമാണ് ഞാൻ സാധാരണ കളർ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കളറ് സാധാരണ കളർ പെൻസിലല്ല. ആ കളർ പെൻസിന് ഒരു പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അത് നമ്മൾ ഷെയ്ഡ് ചെയ്ത ശേഷം നമുക്ക് ബ്രഷില്ലേ, നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് അത് കളറ് ഇങ്ങനെ നമുക്ക് ഷെയ്ഡ് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന പെൻസിലാണ്. അന്ന് ഒരു ദിവസം എൻ്റെ ആർട്ടിൻ്റെ ഈ പെൻസിലിൻ്റെ ഒക്കെ കണക്ഷൻ, നമ്മൾ കളേഴ്സിൻ്റെ കളക്ഷൻ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം എല്ലാം ഔട്ട്ലൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ ഡോംസിൻ്റെ പെൻസിൽ, എന്തെങ്കിലും പെൻസിൽ കൊണ്ട് വരയ്ക്കാം. ഇല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറായുള്ള ബ്രഷ് പെന്നോ, അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ കവായ് സ്റ്റിക്കേഴ്സിന് നല്ലത് കേട്ടോ. ഞാൻ കാണിക്കുകയാണ്. കുഞ്ഞായിട്ടുള്ള മൈന്യൂട്ട് കളറുകൾ ഞാൻ ചെയ്യുന്നു. വലിയ കളറൊന്നും ചെയ്ത് അതിനെ കുളവാക്കുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പോയി ഫോട്ടോ കോപ്പി എടുത്താലും പ്രിൻ്റ് എടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഏകദേശമൊക്കെ കളറൊക്കെ ചെയ്യും. കുഞ്ഞായിട്ടുള്ള ചെറുതേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഒത്തിരി വരയ്ക്കാൻ നമുക്ക് ഒരു വീഡിയോക്കകത്ത് കൊള്ളത്തില്ല. അപ്പോൾ നിങ്ങൾ ഗിവ് വേ ഒക്കെ കാണുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റൂൾ അറിയാലോ. ലോങ് വീഡിയോ ഒക്കെ ഫുള്ള് കാണണം കേട്ടോ. നിങ്ങൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുന്നോട്ട് പോകുന്ന ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിട്ട്, ഇത്രയും എൻ്റെ കൊച്ചു ക്യൂട്ടീസൊക്കെ ഉണ്ടായിട്ടും വീഡിയോ മുന്നോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ വേഗം എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യല്ലേ. നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കണ്ടത് വേസ്റ്റ് ആകത്തേ ഉള്ളൂ. സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. പിന്നെ ഷോർട്സൊക്കെ കാണുന്നുണ്ടോ നോക്കി. ഇനി അടുത്ത വീഡിയോ നമുക്ക് എന്താവണമെന്നുള്ളത് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാനത് ഉണ്ടാക്കാം. വേണമെങ്കിൽ നമുക്കൊരു സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം, ജേർണൽ സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം, എന്തെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പെൻസിൽ കൊണ്ടും ഇതിനെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ പേസ്റ്റൽ കളർ ബ്രഷ് പെന്നില്ലേ, അത് വെച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പെൻസിൽ കൊണ്ട് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ കവായ് സ്റ്റിക്കേഴ്സും ജേർണൽ സ്റ്റിക്കേഴ്സും വ്യത്യാസമുണ്ട് അറിയാമല്ലോ. കവായ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യൂട്ട്നെസ് കൂടുതലുള്ളതായിരിക്കും, ജേർണലിൻ്റെ മറ്റേ ടൈപ്പ്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം കളർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒട്ടിക്കാനുള്ള സാധനങ്ങൾ വേണ്ടേ. നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. വലിയൊന്നും വേണ്ട. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഷീറ്റ് എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ സ്റ്റിക്കർ, ഇതുകൊണ്ട് പണ്ട് കൊച്ചിൻ്റെ ബുക്കിൽ ഒട്ടിച്ച് സ്റ്റിക്കറിൻ്റെ ബാക്കി വന്നാൽ അത് ഞാൻ സ്റ്റിക്കറിൻ്റെ എടുത്ത് കളയുമ്പോഴത്തേനുള്ള പേപ്പർ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ, അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും നമ്മൾ ക്ലോത്തൊക്കെ കിട്ടുന്ന പേപ്പർ കവറില്ല, അതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ ഇനി വേണ്ടുന്നത് നമ്മൾ കണ്ടിച്ചെടുക്കുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി ഒരു വൈറ്റ് സ്പേസ് വിട്ടിട്ട് വേണം നമ്മളിവിടെ കണ്ടിച്ചെടുക്കാം. അതിന് കാരണം നിങ്ങൾ മേടിക്കുന്ന സ്റ്റിക്കേഴ്സ് കണ്ടിട്ടില്ലേ, ഒരു
ഒരു ഫിനിഷിങ് ടച്ചിന് വേണ്ടിയാണ് നമ്മളതിനെ ഇങ്ങനെ കണ്ടിച്ചെടുക്കുക. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ കണ്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി രണ്ട് രീതിയിൽ ഞാൻ ഒട്ടിച്ച് കാണിക്കും. ഇതും പല പല മെത്തേഡ്സിൽ പലരും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റിക്കർ പേപ്പറില്ലേ, സ്റ്റിക്കർ കിട്ടിയത് നമ്മുടെ പേപ്പർ നെയിം സ്ലിപ്പ്, അതിൻ്റെ മുകളിൽ ഞാനൊരു സാധാരണ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. സെല്ലോ ടേപ്പ് ഒട്ടിച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ സ്റ്റിക്കേഴ്സ് വെച്ച് പിന്നെ ഒന്നുകൂടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇപ്പം ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കാം. അതേപോലെ ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇതിന് പേപ്പർ മുകളിൽ ഇങ്ങനെ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാലും മതി. അപ്പം പല പല മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ, മാക്സിമം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. ഈ സ്റ്റിക്കർ പേപ്പറൊക്കെ തന്നെ എത്രയോ നെയിം സ്ലിപ്പ് നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേന് യൂസ് ചെയ്ത ശേഷം ഈ പേപ്പർ അതൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ, സാധാരണ പേപ്പറിന് ബട്ടർ പേപ്പർ. അപ്പോൾ അതേണ്ട ഓരോ വിധേടായി. ഇനി അടുത്തെന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കവറുകൾ, അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗ്ലൂ സ്റ്റിക്കില്ലേ, ഫെവിസ്റ്റിക്ക് മാതിരി സാധനം അതിന് വെച്ചിട്ട് ചുമ്മാ ഒട്ടിച്ച് വെച്ചാൽ പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇതിനെ ചുമ്മാ ഇളക്കിയിട്ട് ഇച്ചിരി വെള്ളം പുറവശത്ത് പുരട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കറായി മാറും. അപ്പം രണ്ട് മെത്തേഡ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയും മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ രണ്ട് മെത്തേഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഈസി ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്റ്റിക്കർ എല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു പേരൊക്കെ കൊടുത്ത് ഒരു ഹെഡ്ലൈനൊക്കെ കൊടുത്തെങ്കിലേ പറ്റും. അപ്പോൾ ചുമ്മാ കവായ സ്റ്റിക്കർ എന്ന് എഴുതി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ വേലിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിക്കർ ബുക്കായിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നമ്മുടെ റെഡി ആയിട്ട് ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ കാണണം, അതിൻ്റെ നല്ല കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെ ഗിവ് വേയുടെ തുടങ്ങി. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ മന്തിൽ ഗിവ് വേ പാക്ക് ചെയ്തില്ല. ഇച്ചിരി സമയമെടുക്കും. കാരണം ചേച്ചിയുടെ കൊച്ചിൻ്റെ എക്സാം ആയതുകൊണ്ട്, കൊച്ചുമോനില്ല, അവൻ്റെ എക്സാം ആയതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അയക്കാം കേട്ടോ. ബായ്.